ഇന്നിപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒടുവിലത്തെ ബജറ്റ് ഇന്ന് കഴിഞ്ഞു. വളരെ സമയമെടുത്ത് തന്നെയാണ് ധനമന്ത്രി ബാലഗോപാൽ അദ്ദേഹം ഇത് അവതരിപ്പിച്ചതും. വളരെ ആകർഷകമായ ഒരുപാട് ഓഫറുകളാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. എന്താണ് വിറ്റഴിക്കൽ കച്ചവടമൊക്കെ നടത്തൂലേ ആൾക്കാർ, അതുപോലെ കടകാലിയാക്കൽ, അതുപോലെ ഒടുക്കത്തെ ബജറ്റ് എന്ന് പറയും പോലെ ആയിപ്പോയി. കാരണം ഇനി വരുന്നത് LDF ആയിരിക്കില്ല. നേരത്തെ എന്തായാലും മൂന്നാം LDF സർക്കാർ തുടർച്ചയായി വരും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും പിന്നെ അടുത്ത സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ അടുത്ത ഒരു LDF സർക്കാരിനുള്ള സാധ്യത വളരെ കുറവാണ്. ഭരണപരമായുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ആദ്യം തുടങ്ങുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിലാണ്. അത് വന്നപ്പോൾ തന്നെ അത് നേരത്തെ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് സോളാർ സരിതയെ ഇറക്കി അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഈ കേരളം മലയാളികൾ മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ഒരു പെണ്ണ് കോൺഗ്രസിൻ്റെ നേതാവിനെതിരെ ഒരു ആരോപണമായി വരുമ്പോൾ തന്നെ ജനങ്ങൾ പൊതുവെ ഇത് പണ്ട് സരിത വന്നതുപോലെ എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ വീണ്ടും പരാതിക്കാരികളെ സൃഷ്ടിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. പക്ഷേ കോൺഗ്രസ് കൃത്യമായി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാതൃകയായി. പക്ഷേ ഇവർ വീണ്ടും ഇവരുടെ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴും പറഞ്ഞത് ഇനിയും പരാതിക്കാർ വരാനുണ്ട്, ഇവർ മുൻകൂർ ജാമ്യമായിട്ട് എടുത്ത് വെച്ചേക്കാണ്, ഇനിയും വരാനുണ്ട്. കാരണം ഇതിലെല്ലാം ജാമ്യം കിട്ടുമെന്നുള്ള കാര്യം ഇവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വീണ്ടും ആൾക്കാരെ അവിടെ അണിയറയിൽ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. സ്റ്റഡി ഗോ പറയുമ്പോൾ ആൾ വരും, പ്രവേശനം ചെയ്യും. അപ്പോൾ അത് ഇനി ഏക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ പോലും രാഹുലിന് കിട്ടുന്ന പൊതുജന സപ്പോർട്ട് എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പോൾ അത് ഏറ്റില്ല. ഉടനെ തന്നെ സ്വർണ്ണക്കൊള്ള കേസ് സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വന്നു. അതിൽ സർക്കാർ കൃത്യമായി പ്രതിസന്ധിയിലായി എന്ന് മാത്രമല്ല, CPM-ന് കൃത്യമായ രീതിയിൽ തന്നെ അത് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും. അതിനെ തുടർന്ന് അതിനെ മറയ്ക്കാൻ വേണ്ടി പല പ്രശ്നങ്ങൾ ഇവർ പൊക്കിക്കൊണ്ട് വന്നെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് സ്വർണ്ണക്കൊള്ള കേസ് സജീവമായി തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് കോൺഗ്രസിന്റെ തലയിൽ വെക്കാൻ ഇവർ പല രീതിയിലും ശ്രമിച്ചുകൊണ്ട് 18 നോക്കണം. ഇപ്പൊ DYFIയുടെ പ്രതിഷേധമൊക്കെ ഇറങ്ങുന്നുണ്ട്. അടൂർ പ്രകാശ് ആയിരുന്നല്ലോ അവിടെ ദേവസ്വം മന്ത്രി. അപ്പൊ അതുകൊണ്ട് എന്തായാലും DYFI ആരോടാ പ്രതിഷേധിക്കുന്നത്? രമേശ് ചെന്നിത്തലയാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രി? അവർ ആ കാലഘട്ടത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തോന്നി. ഇതൊക്കെ വെറും പട്ടിഷോ ആണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് CPM-നെ വളരെയധികം പ്രതിരോധത്തിലാക്കിയ മറ്റൊരു ഘടകമാണ് കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകളും അദ്ദേഹത്തിന്റെ പുസ്തകവും. ഇതെല്ലാം CPM-നെ വീണ്ടും പ്രതിരോധത്തിലാക്കി. ഈ കടന്നൽ കൂട്ടങ്ങൾ കുഞ്ഞികൃഷ്ണനെതിരെ ആക്രമണവുമായി സൈബർ രംഗത്ത് സജീവമായെങ്കിൽ പോലും അവരുടെ നാട്ടിൽ കുഞ്ഞികൃഷ്ണന് അനുകൂലമായിട്ട് ഒരുപാട് പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് സഖാക്കന്മാർ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത്, മുൻപത്തെ പോലെ അല്ല. മുൻപ് കണ്ണടച്ചുകൊണ്ട് അവർ ദേശാഭിമാനി മാത്രം വായിച്ചുകൊണ്ട് പാർട്ടിയെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യണമെന്ന രീതിയിൽ തലച്ചോറ് വർക്ക് ചെയ്യാതിരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടിലെ സഖാക്കന്മാർ എന്നത് CPM-നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ബജറ്റിൽ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഈ ഉടനെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അടുത്ത സർക്കാർ വരും. LDF ആയാലും UDF ആയാലും അടുത്ത സർക്കാർ വന്നു കഴിയുമ്പോൾ അവരടുത്ത ആദ്യമായി പുതിയ ബജറ്റ് അവതരിപ്പിക്കും. അതോടുകൂടി ഇതിന്റെ പ്രാധാന്യം അവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ യഥാർത്ഥത്തിൽ ഈ ഒരു ബജറ്റ് പ്രഖ്യാപനം? ചേച്ചി, ബജറ്റ് പ്രഖ്യാപനം പൊതുജനത്തെ പറ്റിക്കാനാണ്, കണ്ണിൽ പൊടിയിടാനാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഇതിലും വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കാര്യം LDF ആണ് അധികാരത്തിൽ തുടരാൻ, അല്ലെങ്കിൽ ഒരു തുടർഭരണം കിട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യും. അപ്പം ഞാൻ കരുതിയിരുന്നത് പേഴ്സണലി ഇതായിരുന്നില്ല, ഇതിനേക്കാൾ വലിയ കുറേ ആനുകൂല്യങ്ങളൊക്കെ പൊതുജനത്തിന്. കാര്യം എന്തായാലും ഈ ബജറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യവും പ്രാവർത്തികമാകാൻ പോകുന്നില്ല. കാര്യം ഇനി മൂന്നാമത് അല്ലെങ്കിൽ ഇനി ഒരു തുടർഭരണമാണ് വരുന്നതെന്ന് ഇരിക്കട്ടെ, എങ്കിൽ പോലും ഈ ബജറ്റ് അവർ അംഗീകരിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വലിയ രീതിയിലുള്ള ഒരു ബജറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അത്രത്തോളം ഒന്നും എത്തിയില്ല. പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. അതെ, ആദ്യം തന്നെ നിരാശയായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നീട് കുറെ കാര്യങ്ങളിൽ എന്താണ് ഈ പറയുന്ന പോലെ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഇപ്പോൾ LDF-ന് അല്ലെങ്കിൽ ഈ പറയുന്ന CPM-ന് നിലപാടുകളിലും നയങ്ങളിലും ഒരു വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന് പറയുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? കേന്ദ്രമാണ് ഫണ്ട് തരേണ്ടത്, കേന്ദ്രത്തിനെതിരെയാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഇതിലിനി ഒന്നും ചെയ്യാനാകില്ല എന്ന് പറയുന്നിടത്താണ് 1000 രൂപ ഇവർ കൂട്ടിയത്. 1000 രൂപ ഡെയിലി അല്ല,
മാസമാണ് 1000 രൂപ കൂട്ടി. അപ്പൊ പെർ ഡേ 33 രൂപ മാത്രമാണ് ആശമാർക്ക്. അല്ല ചേച്ചി, ഇവർ ആദ്യം പറഞ്ഞ എന്താ 1 രൂപയും കൂട്ടാൻ കഴിയില്ല, കേന്ദ്ര സർക്കാരാണ് കൂട്ടേണ്ടത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരിങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ സ്വർണ്ണക്കൊള്ളയിൽ നേതാക്കളൊക്കെ ജയിലിലാകുമെന്ന് ഉറപ്പിന്റെ പേരിലാണോ എന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ ജയിലിലേക്കാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏരിയ എന്ന് എനിക്ക് തോന്നുന്നു. ജയിലിൽ തടവുകാർക്കുള്ള വേതനം കൂട്ടാൻ പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയാണ് പറഞ്ഞത് അതൊന്ന് നവീകരിക്കണമെന്ന്. നവീകരിക്കാൻ പറയുന്നത് കേട്ട് നിന്നതുപോലെ 500 രൂപയൊക്കെയാണ് കൂട്ടിയത്. പെർ ഡേ ആണെന്ന് നോക്കണം. ഇന്നത്തെ ബജറ്റിൽ 33 രൂപ കൂട്ടിയപ്പോൾ ജയിലിലുള്ളവർക്ക് 500 രൂപ കൂട്ടി. എന്നിട്ട് വരുന്ന കർണാടകയിൽ 200 മടങ്ങ് കൂട്ടിയെന്ന്. അല്ല, ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. ഇന്നത്തെ ബജറ്റിലും ഉണ്ടല്ലോ നവീകരണം, ജയിൽ നവീകരണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കേരളം ഒരുപാട് ചർച്ച ചെയ്തതും കേരളം ഒരേ മനസ്സോടെ വേണ്ട എന്ന് പറഞ്ഞ പദ്ധതിയാണ് കേരയിൽ. ആ കേരയിൽ വരും കേട്ടോ ഇന്നും, അല്ലെങ്കിൽ അവസാന ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും കേരയിൽ വരും കേട്ടോ എന്ന നിലപാടിൽ നിന്ന് ഇവർ പിന്നോട്ട് പോയിട്ടില്ല. അപ്പൊ ഇവർക്ക് എന്താണ് കേരയിൽ വരണം ഇത്ര വാശി എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇപ്പൊ എന്നാലും ബജറ്റ് നടക്കാൻ പോകുന്ന ബജറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ സത്യത്തില് വലിയ ചർച്ചകളുടെ ഒന്നും ആവശ്യം ഈ ബജറ്റിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്തായാലും നടക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതാണ് പറയാനുള്ളതെന്നാണ് ബാലഗോപാൽ ആദ്യം സംസാരിച്ച സമയത്ത് പറഞ്ഞത്. അപ്പോൾ അതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണോ ഇവർ ആദ്യം ഒന്ന് എന്ത് വേണം എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഈ ബജറ്റ് മുന്നോട്ട് പോയത്, ബജറ്റിനെ പറ്റി സംസാരിക്കുന്നതൊക്കെ. അപ്പൊ ഇതെന്താണ് എനിക്ക് ആദ്യം തോന്നിയത് എന്താണെന്നറിയോ? ആദ്യത്തെ സമയങ്ങളിൽ CPM-ന്റെ പ്രകടന പത്രികയാണോ ഇവർ വായിക്കുന്നത്? ആ തരത്തിലാണ് ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത്. എനിക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അതിനെ വിലയിരുത്തേണ്ടതാണ്. ഒരു പ്രകടന പത്രിക എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആൾക്കാരോട് അടുത്ത വോട്ട് ഇതാ എന്ന ഒരു കേൺ അപേക്ഷിക്കൽ ഇതിന്റെ ഓരോ വരികൾക്കിടയിലും മുഴച്ചു നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ആദ്യം ചേച്ചി ആദ്യം ബജറ്റ് വായിക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ പറയുന്ന പോലെ വലിയ ആനുകൂല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ കരുതിയതെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ വരാനിരിക്കുന്ന സർക്കാർ ഏതായാലും ഇതിൽ മാറ്റം വരുത്തും, പൊതുജനങ്ങളെ പറ്റിക്കാൻ ഞങ്ങളില്ല എന്ന് പറയുന്ന പുതിയ ഇലക്ഷൻ സ്റ്റണ്ട് ആയിരിക്കും എന്നാണ് കരുതിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ബജറ്റിന്റെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഏത് വിധേനയും ജയിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും പറയുന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാത്തിന്റെ അവസാനം കേരളയിൽ വരും കേട്ടോ. എന്തും പറയും, പിന്നീട് വേണേൽ അത് മാറ്റിയും പറയും.